SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് കേരളം. താളപ്പിഴകൾ അക്കമിട്ട് നിരത്തി ചീഫ് സെക്രട്ടറിയുടെ കത്ത്. 25 ലക്ഷം പേരുടെ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായി കേരളം. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷീജ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഷീജ, SIR-മായി ബന്ധപ്പെട്ട നമുക്കറിയാം ഇതിന്റെ കാലാവധിയൊക്കെ അവസാനിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും അത് നീട്ടിക്കിട്ടണമെന്ന് കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ എന്തൊക്കെ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ കത്തിൽ അക്കമിട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി പറയുന്ന ഒരു കാര്യം. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് 25 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷീജ, തീർച്ചയായും, അതായത് SIR പ്രക്രിയയിൽ താളപ്പിഴകൾ അത് അക്കമിട്ട് നിരത്തി തന്നെയാണ് ഇപ്പോൾ കേരളം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ ഈ SIR പ്രക്രിയയുടെ ഭാഗമായി കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടർമാർ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതോടെ ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ സഹിതം കാണിക്കുന്നുണ്ട്. തിരുവല്ല മണ്ഡലത്തിലെ നിലവിലെ MLA മാത്യു ടി തോമസും കുടുംബവും, ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ MLA രാജാജി മാത്യുവും കുടുംബവും, കേരളത്തിന്റെ മുൻ DGP ശ്രീ രാമൻ ശ്രീവാസ്തവയും കുടുംബവും അടക്കം സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 25 ലക്ഷത്തോളം വോട്ടർമാരാണ് നിലവിൽ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. 2025-ലെ സ്പെഷ്യൽ സമ്മറി റിവിഷന് ശേഷം കേരളത്തിൽ 2.78 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതും അതിന്റെ ഒരു അപാകതയായി ചൂണ്ടിക്കാട്ടുന്നു കത്തിൽ. വിതരണം ചെയ്യാൻ കഴിയാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ വിശദാംശങ്ങൾ അത് ഇതുവരെയും പ്രസിദ്ധീകരിക്കുകയോ രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും കത്തിൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. 2025-ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും BLOമാർ വഴി എല്ലാ വോട്ടർമാർക്കും ഫോമുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ വിശദാംശങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി കുറവുകൾ നിലനിൽക്കുമ്പോൾ 2025 ഡിസംബർ 19-ന് എന്യൂമറേഷൻ ഫോമുകളുടെ അപ്ഡേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും സുപ്രീം കോടതിയും എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടണമെന്ന് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അത് 2 ആഴ്ചയെങ്കിലും നീട്ടണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ കത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.